പോലീസിന് മെല്ലെപ്പോക്കോ എന്നാണ് ചോദ്യം. ഈ കേസിൽ പോലീസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ഭയക്കുന്നത് കേരളത്തിലടക്കം ബോളിവുഡിൽ ഒരു കാലത്തുണ്ടായിരുന്ന, ഒരുപക്ഷെ അന്തർദേശീയ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിരുന്ന, നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു വലിയ ഡ്രഗ് കാർട്ടൽ കേരളത്തിൽ സജീവമാണ് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ വാർത്തകൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വിഷയത്തെ 3 രീതിയിൽ സമീപിക്കുന്നു. ഒന്ന്, ഈ ഡ്രഗ് കാർട്ടൽ എങ്ങനെയാണ് കേരളത്തെ ലഹരി മാഫിയ സിനിമയിലൂടെ അത് പ്രചരിപ്പിക്കാനുള്ളൊരു മാധ്യമമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൽ ആഴമേറിയ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്പർ 2, ഈ വിഷയത്തിൽ ഷൈൻ ടോം ചാക്കോ എങ്ങനെയാണ് 2015 കൊക്കൈൻ കേസ് മുതൽ ഊരിപ്പോരുന്നത്, ഇപ്പോഴും കാണാമറയത്ത് ഷൈൻ ടോം ചാക്കോ നിൽക്കുകയും പോലീസ് മെല്ലെ പോകുന്നത് എങ്ങനെയാണ്? മെല്ലെപ്പോക്കാണ് എന്ന് തന്നെയാണ് എൻ്റെയും ടേക്ക്. അത് രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ വിശദീകരിക്കാം. മൂന്നാമത്തത്, ഇത്തരം സംഭവങ്ങളോട് എങ്ങനെയാണ് നമ്മുടെ പൊതുസമൂഹം പ്രതികരിക്കേണ്ടത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ സമൂഹം 2 വ്യത്യസ്ത രീതിയിലായി കഴിഞ്ഞു. പോളറൈസ്ഡ്, ഈ വിഷയത്തിൽ പോളറൈസ് ആവേണ്ട വിഷയമേ അല്ല ഇത് എന്നുള്ളതാണ്. ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ പോലും പ്രതികരിക്കുന്നത് അങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടു. ആദ്യ ഭാഗത്തേക്ക് എത്തിയാൽ നോക്കൂ, ദക്ഷിണേന്ത്യൻ സിനിമകളിൽ പലപ്പോഴും അടുത്തിടെ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളിൽ ഒരു കാലത്ത് ബോളിവുഡ് സിനിമകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ ഡ്രഗ് കാർട്ടലുകളുടെ സ്വാധീനമുള്ള രംഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നായകൻ അമിതമായ ലഹരി ഉപയോഗിച്ച് അതിനെ നോർമലൈസ് ചെയ്യുന്ന, അതിനെ പ്രചരിപ്പിക്കുന്ന, അതിനെ വലിയ ആവേശത്തോടു കൂടി തന്നെ കാഴ്ചക്കാരിലേക്ക് പകരുന്ന സീനുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ വളരെ ഹിറ്റായൊരു സിനിമ, ആ ഹിറ്റായ സിനിമയിലെ ഒരു പ്രത്യേക രംഗം മാറ്റി ചിത്രീകരിക്കാൻ വേണ്ടി ഈ ഡ്രഗ് കാർട്ടൽ ഈ പ്രൊഡ്യൂസറിനെ സമീപിച്ചുവെന്നും ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ആ സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന രംഗങ്ങൾ, അതായത് സാധാരണ വില്ലൻ ലഹരി ഉപയോഗിക്കുന്ന രംഗങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ നായകൻ ലഹരി ഉപയോഗിക്കുന്ന രംഗങ്ങൾ ഉപയോഗിക്കുകയും അത് തുടർച്ചയായിട്ട് ടീസറുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ദക്ഷിണേന്ത്യൻ സിനിമകളിൽ മാത്രമായി ഒരു വർഷം 400 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡിസ്ഗൈസ്, പ്രച്ഛന്ന വേഷത്തിൽ ഇതേപോലെ ഡ്രഗ് കാർട്ടൽ നടത്തുന്നു. എന്തിനാണെന്ന് വെച്ചാൽ നേരിട്ടവർക്ക് പരസ്യം ചെയ്യാൻ കഴിയില്ല. ഇതിനെ നോർമലൈസ് ചെയ്തെടുക്കണം, വിപണി വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സിനിമയുടെ ഏറ്റവും മികച്ച മാധ്യമമായി മനസ്സിലാക്കുന്നു. നമ്മളൊക്കെ പണ്ട് പറയാറില്ലേ, സിനിമയിൽ കണ്ടിട്ട് നായകൻ സിഗരറ്റ് വലിക്കുമ്പോൾ സിഗരറ്റ് വലിച്ചു തുടങ്ങിയ കുട്ടിക്കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് സിഗരറ്റോ ബിയറോ മദ്യമോ അല്ല ഇവർക്ക് പ്രചരിപ്പിക്കുന്നത്. വേഷത്തിന്റെ ഫാഷൻ ആരാ തീരുമാനിക്കുന്നത്? സിനിമയാണ്. അപ്പം ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഉണ്ണി ബാലകൃഷ്ണൻ, നിങ്ങൾക്ക് കള്ളിന് പരസ്യം കൊടുക്കാൻ കഴിയില്ല, പക്ഷെ കള്ളിൻ്റെ പേരിലുള്ളൊരു കമ്പനിയുടെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പരസ്യം കൊടുക്കാം. നിങ്ങൾക്ക് സിഗരറ്റിന് ഇപ്പോൾ പരസ്യം കൊടുക്കാൻ കഴിയില്ല. നേരത്തെ സിഗരറ്റിന് പരസ്യം കൊടുക്കാമായിരുന്നു. നമ്മൾ കണ്ടതല്ലേ സിസേഴ്സിന്റെ പരസ്യം, ഷാമിനാറിന്റെ പരസ്യങ്ങൾ കണ്ടതല്ലേ, ദിനേശ് ബീഡിയുടെ പരസ്യങ്ങൾ കണ്ടതല്ലേ. പക്ഷേ ഇന്നിപ്പോൾ ഒരു ലഹരിക്ക്, MDMAക്ക് നിങ്ങൾക്ക് പരസ്യം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ലഹരി മാഫിയ അവരുടെ മാർക്കറ്റ് വർദ്ധിപ്പിക്കുക? ഏറ്റവും ജനപ്രിയമായ മാധ്യമത്തിൽ ലഹരി എന്നുള്ളത് വളരെ സാധാരണ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണെന്നും അത് നായകന്റെ ഹീറോ പരിവേഷത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നുമുള്ളത് പ്രേക്ഷകനിലേക്ക് എത്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത്. ഒരു വർഷം 400 കോടി രൂപ ദക്ഷിണേന്ത്യൻ സിനിമകളിൽ വിവിധ ഡ്രഗ് കാർട്ടലുകൾ പ്രതിനിധീകരിച്ച് സിനിമയുടെ തിരക്കഥയിൽ, ചിത്രീകരണത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ സാങ്കേതികമായ പ്രയോഗം അങ്ങനെയാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സാധാരണ ഒരു പരസ്യ വസ്തു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പോലെ. അപ്പോൾ നായകനോ വില്ലനോ നിരന്തരം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ വരിക. മലയാള സിനിമയിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒമർ ലുലുവിൻ്റെ ഒരു സിനിമയുണ്ട്, നല്ല സമയം എന്ന് പറഞ്ഞൊരു സിനിമ. ഈ സിനിമയ്ക്കെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു, കേസെടുത്തിട്ടുണ്ട് ഒമർ ലുലുവിനെതിരെ. എന്തായിരുന്നു എന്നറിയാമോ? ആ സിനിമയുടെ ടീസറിൽ ഈ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ, MDMA, സ്റ്റാമ്പ്, ഇത് രണ്ടും പ്രോത്സാഹിപ്പിക്കുന്ന രംഗങ്ങൾ ടീസറിൽ ഉൾപ്പെടുത്തി. ഒടുവിൽ ഒമർ ലുലുവിന് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു. നല്ല സിനിമ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഉദാഹരണ സഹിതമാണ് ഞാൻ ഈ പറയുന്നത്. ഈ നല്ല സമയം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്, അത് കേരളത്തിലെ ഒരു എക്സാമ്പിളാണ്. പക്ഷേ ദക്ഷിണേന്ത്യൻ സിനിമകളിൽ ഇത് വ്യാപകമായി, സിനിമയിൽ നായകൻ ലഹരി ഉപയോഗിക്കുന്ന, കയ്യിൽ നിന്ന് വലിച്ചു കയറ്റി ആവേശം ഉൾക്കൊണ്ട് വില്ലനെ ഇടിച്ചു താഴ്ത്തിയിടുന്ന രംഗങ്ങൾ സിനിമയിൽ ഉപയോഗിക്കുന്നത് ഈ ഡ്രഗ് കാർട്ടലുകളുടെ സ്വാധീനം കൊണ്ടാണ്. അതായത് ലഹരിയുടെ പരസ്യമായി സിനിമ മാറുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നോർമലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനി ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിൽ ഇത് ആദ്യമായിട്ടല്ലല്ലോ. എൻ്റെ അടുത്ത് മലയാളത്തിലെ വളരെ പ്രസിദ്ധയായ ഒരു നടി പറഞ്ഞിട്ടുണ്ട്, അവർ കേട്ടിട്ടുണ്ട് മലയാളത്തിലെ വളരെ പ്രശസ്തരായ ചില നടന്മാർ, ആ നടന്മാരിൽ ഇവരുടെയൊക്കെ പേരുണ്ട്, അവർ സിനിമയിൽ ഈ ലഹരി ആ സെറ്റിൽ എത്തിച്ച് വിപണനം നടത്തുന്നവർ കൂടിയാണ് എന്നാണ്. ഇവരെ സമീപിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിത് വേണോ എന്ന് ചോദിച്ച് ലഹരി ഈ പുതുതലമുറ അഭിനയിക്കുന്ന സെറ്റുകളിൽ ലഹരി കച്ചവടം നടത്തുക കൂടി ചെയ്യുന്നുണ്ട്. ചില സിനിമയുടെ സെറ്റുകളിൽ, അതാണ് സുരേഷ് കുമാർ പറഞ്ഞത്, കാരവനിലേക്ക് നിങ്ങൾക്ക് കയറാൻ കഴിയില്ല. കാരവനിലേക്ക് കയറുമ്പോൾ പുകച്ചുരുളാണ്, ഇതിന്റെ മണമാണ് അടിച്ച്. ഈ യൂസേഴ്സ് കാരിയേഴ്സ് ആണ്. ഞാൻ ബലമായി സംശയിക്കുന്നു, നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ട്
ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷൈൻ ടോം ചാക്കോ ഒരു യൂസർ മാത്രമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇവരൊക്കെ ഈ പറയുന്ന ഡെക്കാർട്ടലുകൾ എങ്ങനെയാണ് പുതിയ താരങ്ങൾക്ക് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നത്, നടിമാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നത്. മലയാളത്തിൽ ഇത് ഉപയോഗിക്കുന്ന ചില നടിമാരുണ്ട്. ഈ നടിമാരും നടന്മാരും ഈ ഷൈൻ ടോം ചാക്കോ 2015 അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കലൂരിലെ കടവന്ത്രയിലെ ഫ്ളാറ്റിൽ 4 സ്ത്രീകളുണ്ടായിരുന്നു ഈ ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം. 4 പേരും ഷൈനിൻ്റെ സുഹൃത്തുക്കളാണ്. അതിലൊരാൾ സഹസംവിധായികയാണ്, മറ്റൊരാൾ ഈ സിനിമയുടെ തന്നെ പ്രൊഡക്ഷൻ സെറ്റിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഈ സിനിമയുടെ സെറ്റിൽ ഇതിഹാസ എന്ന സിനിമയാണെന്ന് തോന്നുന്നു, അതിൻ്റെ തന്നെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. മറ്റൊരാൾ ഫാഷൻ ഡിസൈനർ ആയിരുന്നു. ആ ഫാഷൻ ഡിസൈനർ ആയിരുന്നു ഒന്നാമത്തെ പ്രതി. പക്ഷേ അവിടെ പോലീസിന് ഗുരുതരമായ വീഴ്ച പറ്റി. ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്താ വീഴ്ച? ഒന്നാമത്തെ പ്രതിയായി ഈ മോഡൽ ഒരു വനിതയാണെന്ന് അറിഞ്ഞിട്ടും അവിടെ ആ മോഡലിൻ്റെ ശരീരത്തിൽ നിന്ന് ലഹരി പദാർത്ഥം വീണ്ടെടുക്കുമ്പോൾ അവിടെ ഒരു വനിതാ ഗസറ്റഡ് ഓഫീസർ വേണം. അവരുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തുമ്പോൾ നോക്കൂ, കേരളത്തിലെ ജനങ്ങൾ ഈ കേസ് വിശദമായി പഠിക്കേണ്ടതാണ്. ഈ ഷൈൻ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസ് കേരള പോലീസ് തോറ്റുകൊടുത്തത് എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായി പഠിക്കേണ്ടതാണ്. എന്താ സംഭവം എന്നറിയാമോ? ഈ 2015 ജനുവരിയിൽ ഈ റെയ്ഡിന് ചെല്ലും, അർദ്ധരാത്രിയിലാണ് റെയ്ഡിന് ചെല്ലുന്നത്. 22 ദിവസം ഷൈൻ ടോം ചാക്കോയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചാണ് ഈ സംഘം അവിടെ എത്തുന്നത്. ആ സമയത്ത് ചെല്ലുമ്പോൾ ഇവർ 4 പേരും ഷൈൻ ടോം ചാക്കോയും ഉണ്ട്. ഫ്രിഡ്ജിൽ നിന്നാണ് 10 പാക്കറ്റ് കൊക്കൈൻ കണ്ടെടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, ആ കേസിൽ നിന്നാണ് ഇവർ രക്ഷപ്പെട്ടു പോയത് എന്നുള്ളതാണ്. അവരെ കാണുമ്പോൾ കൊക്കൈൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഈ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചാൽ കോടതിയിൽ അത് തെളിവല്ല. അതുകൊണ്ട് എന്ത് വേണം? ഇവരെ അടിയന്തരമായി രക്തപരിശോധന നടത്തണം. സമയപരിധി കഴിഞ്ഞിട്ടാണ് രക്തപരിശോധന നടത്തിയത്. അതുകൊണ്ട് ഇവർ ഈ കൊക്കൈൻ ദേഹപരിശോധന നടത്തിയപ്പോൾ വനിതാ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിന് പകരം അവിടെ ഉണ്ടായിരുന്നത് ഒരു പുരുഷ ഗസറ്റഡ് ഓഫീസറായിരുന്നു. കോടതിയിൽ ഇത് തിരിച്ചടിയായി. നിങ്ങൾ നോക്കൂ, ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെടുത്തതാണ് 10 പാക്കറ്റ് കൊക്കൈൻ. എന്നിട്ട് അത് കോടതിയിലേക്ക് എത്തുമ്പോൾ അതിന് തെളിവില്ല എന്ന് കണ്ട് വിടേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കേരള പോലീസ്. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അതിനൊരു മൊഴി കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ മൊഴി എന്നറിയാമോ? അതായത് ആ സ്ഥലത്ത് നിന്ന് ഇത് കണ്ടെത്തിയെങ്കിലും പ്രതികളിൽ നിന്ന് കണ്ടെത്തി എന്നതിൽ എനിക്ക് സംശയമുണ്ട് എന്നാണ് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഈ കേസിൽ മൊഴി കൊടുത്തിരിക്കുന്നത്. അതായത് അന്വേഷിച്ച് കണ്ടെത്തിയ പോലീസ് സംഘം തന്നെ ഈ പ്രതികൾക്ക് അനുകൂലമായി മൊഴി കൊടുക്കുകയും വനിതാ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞു. നോക്കൂ, എത്ര മേലാണ് ഇവരെ പർച്ചേസ്. ഷൈൻ ടോം ചാക്കോയെ പോലെ ഒരു സെലിബ്രിറ്റി ഇൻവോൾവ് ആവുന്ന ഒരു കേസിലെ എല്ലാ മിനിറ്റും ഓർമ്മയുണ്ടാവും. ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ഒരു കേസിൽ, നിർണായകമായ ഒരു കേസിൽ ഇത് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ 22 ദിവസം നിരീക്ഷിച്ചത് സ്വാഭാവികമായി ഇത് എവിടെയാണ് കൃത്യമായി അയാൾ താമസിക്കുന്നത്, ഉപയോഗിക്കുന്നത് എവിടെയാണ്, അതുണ്ടാവും. ഇവിടെയും ഇടപെടൽ. നോക്കൂ, കേസ് പിടിച്ചു കഴിഞ്ഞ് വിവരമറിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അവിടെ പോയി മെഡിക്കൽ പരിശോധന നടത്തണം. ആ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ട സമയം എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? യൂറിനിൽ നിന്ന്, ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് ഇത് അപ്രത്യക്ഷമാവും. കാര്യം ചില ലഹരി മരുന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6-7 മണിക്കൂർ മാത്രമാണ് ബ്ലഡിൽ കാണുക. അത് യൂറിനിൽ കാണുന്നത് 24, 48, 72 മണിക്കൂറുകൾ എന്ന മട്ടിലാണ്. ആ സമയപരിധി കടന്നിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ച കേസാണ് കൊക്കൈൻ കേസിൽ. അതാണ് കോടതി ആവർത്തിച്ചു പറയുന്നത്. ഈ കേസിൽ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നിട്ടും അത് സമർത്ഥമായി പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിയാതെ പോയത് അതിൽ അന്വേഷണ സംഘം വരുത്തിയ വീഴ്ചയാണ്. നടപടിക്രമങ്ങൾ പാലിക്കാതെ പോയി. അതാണ് ഗുരുതരമായ വീഴ്ച. അതൊടുവിൽ ഇവർക്ക് അനുകൂലമായി. ഇല്ലെങ്കിൽ ഇപ്പോൾ ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കേണ്ട ആളാണ് ഇയാൾ. കാര്യം NDPS ആക്ട് എന്ന് പറയുന്ന ചെറിയ ആക്ട് അല്ല, BNS മുകളിൽ നിൽക്കുന്ന സ്പെഷ്യൽ ആക്ടാണ്. ഈ സ്പെഷ്യൽ ആക്ടുകൾ, അത് പോക്സോ ആണെങ്കിലും ശരി, NDPS ആണെങ്കിൽ ജാമ്യമില്ലെന്ന് മാത്രമല്ല, ഇതിൽ BNS പ്രകാരം നോട്ടീസ് കൊടുത്ത് വിളിച്ച് ക്ഷണിച്ചു വരുത്തേണ്ട ഒരു അതിഥിയൊന്നുമല്ല. NDPS സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനൽ എന്ന് പറയുന്നത്, ഒരു ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഈ നാടിനെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനൽ അല്ലേ? അയാളെ നോട്ടീസ് കൊടുത്താണോ വിളിച്ചു വരുത്തേണ്ടത്? അതാണ് 2015 കൊക്കൈൻ കേസിൽ സംഭവിച്ചത്. നോക്കൂ, ഈ കേസിൽ മെല്ലപ്പോക്കുണ്ട് എന്ന് പറയാൻ എനിക്ക് 3 വാദങ്ങളാണ്. ഒന്ന്, തസ്ലിമ സുൽത്താന ആലപ്പുഴയിൽ പിടിയിലാകുന്ന സമയത്ത് ഹൈബ്രിഡ് കഞ്ചാവ് താൻ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്ന 2 സിനിമാ മേഖലയിലെ പ്രമുഖരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലൊരാളുടെ പേര് ഈ പറയുന്ന ശ്രീനാഥ് ഭാസി എന്നാണല്ലോ, മറ്റൊരാളുടെ പേര് ഷൈൻ ടോം ചാക്കോയല്ലേ. ഒരു പ്രതി താൻ കൊണ്ടുവരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കൊടുത്തിരുന്നത് മറ്റൊരാൾക്കാണ് എന്ന് പറയുമ്പോൾ NDPS ആക്ട് പ്രകാരം ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി കോടതിയിൽ അപേക്ഷ കൊടുക്കാൻ പോലീസിന് എന്താ തടസ്സം? കോടതിയിൽ അപേക്ഷ കൊടുത്തൂടെ? നിങ്ങളൊരു പ്രതിയിൽ നിന്ന് നിർണായകമായൊരു മൊഴി നിങ്ങൾക്ക് കിട്ടുന്നു. ആ മൊഴി പ്രകാരം NDPS ആക്ടിലൂടെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ വ്യാപാരത്തിൽ ഇയാൾക്ക് എന്താണ് പങ്കെന്ന് അറിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഇതുവരെ കോടതിയെ സമീപിച്ചിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിമിഷം വരെയും കോടതിയെ സമീപിച്ചിട്ടില്ല. പകരം നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്താൻ പോകുക. നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്താൻ ഇത് കല്യാണോ ഈ പറയുന്ന ഗൃഹപ്രവേശമൊന്നുമല്ല. NDPS ആക്ട് പ്രകാരം ലഹരി ഉപയോഗിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതിയെ
പ്രതിയെ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്താൻ പോവുകയാണ്. അപ്പോൾ സുൽത്താന കേസിൽ തന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതാണ് ഈ ഷൈൻ ടോം ചാക്കോനെ, പക്ഷേ എടുത്തില്ല. ഇനി ഈ കേസിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? വിൻസി അലൂഷ്യസിന്റെ വെളിപ്പെടുത്തലുണ്ടല്ലോ, ആ വെളിപ്പെടുത്തലും ഈ സുൽത്താനയുടെ വെളിപ്പെടുത്തലും കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ട് രണ്ട് മൊഴികളും കൊറാബറേറ്റ് ചെയ്യുന്നത് ഒരാളിലേക്കല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ നിമിഷം വരെയും അയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അനുമതി നേടുന്നില്ല? കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ എന്താ പ്രശ്നം? മൊഴി എടുക്കാൻ വേണ്ടി വിളിപ്പിക്കുമ്പോൾ അയാൾക്ക് സമയം നീട്ടി നൽകാം, അയാൾക്ക് സമയം ആവശ്യപ്പെടാം. നോക്കൂ, 10 മണിക്ക് ഹാജരാകാനാണ് പോലീസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഇന്നിപ്പോ അല്ല 10 മണിക്ക് ഹാജരാകാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുന്നു. 3 മണിക്കാണ് പറഞ്ഞത്. ആ അച്ഛൻ എന്താ പറയുന്നത്? 3 മണിക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. എന്താ ഈ 3 മണിയുടെ പ്രാധാന്യം? ഉണ്ണി ബാലകൃഷ്ണൻ, നമ്മൾ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഈ സംഭവം നടക്കുന്നതെന്ന ബുധനാഴ്ച വൈകുന്നേരമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. വ്യാഴാഴ്ചയായപ്പോൾ 24 മണിക്കൂർ, വെള്ളിയാഴ്ച ഈ സമയം നമ്മൾ സംസാരിക്കുന്ന സമയമാകുമ്പോൾ 48 മണിക്കൂർ, നാളെ 12 മണിക്കൂർ കൂടെ കഴിയും, നാളെ 10 മണിയാകുമ്പോൾ, അപ്പോൾ 60 മണിക്കൂർ. അത് കഴിഞ്ഞ് പിന്നീട് 5 മണിക്കൂർ, 65 മണിക്കൂറായി കഴിഞ്ഞു. നോക്കൂ, ഇവിടെയാണ് ഇതിനകത്തെ കൗതുകം കിടക്കുന്നത്. 65 മണിക്കൂർ പിന്നിട്ടതിന് ശേഷം ഇയാളുടെ ശരീരത്തിൽ നിന്ന് ഇനി എന്ത് കണ്ടെത്താൻ വേണ്ടിയാണ് പോലീസ് പോകുന്നത്? അതാണ് ഏറ്റവും പരിശോധനയുണ്ടോ? ദേഹപരിശോധന നടത്താം. അതാണ് ഞാൻ ഈ പറഞ്ഞത്. സംശയിക്കുന്ന സാഹചര്യത്തിൽ കോടതിയിൽ ഒരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് തടസ്സമില്ല. കേസ് വേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്കൂ, ഒരു കേസ് അവിടെ കിടക്കുകയാണ്. ആ കേസ് വരുന്നതും ചാർജ് ഷീറ്റ് കൊടുക്കുന്നതും ഒക്കെ അന്തിമഘട്ടത്തിലാണ്. പക്ഷേ സുൽത്താനയെ കൊടുത്തിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ, വിൻസി കൊടുത്തിരിക്കുന്ന ഒരു പരാതി കേട്ട് പോലീസിന് ഈ വിഷയത്തിൽ ഇയാളെ സംശയമുണ്ട് എന്ന് കരുതി ഒരു FIS ഇടുന്നതിന് ഒരു തടസ്സവുമില്ല. ഒരു ഇൻഫർമേഷൻ അവിടെ ഉണ്ട്. ആ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് വിൻസി കൊടുത്തിട്ടുണ്ട്. അത് പോലീസിനല്ല കൊടുത്തതെങ്കിലും സിമോട്ടോ പോലീസിന് ഈ വിഷയത്തിൽ ഒരു കേസ് ചാർജ് ചെയ്യും. NDPSന്റെ പ്രൊവിഷൻ അതിന് അനുവദിക്കുന്നുണ്ടെന്നേ. എന്തുകൊണ്ട് NDPSലെ ഈ സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് മുന്നോട്ട് പോകുന്നില്ല? നോക്കൂ, 65 മണിക്കൂർ ആവും നാളെ 3 മണിയാകുമ്പോഴേക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് സിന്തറ്റിക് ഡ്രഗ് ആണെങ്കിൽ യൂറിൻ ടെസ്റ്റിലൂടെ പരമാവധി 65-68 മണിക്കൂർ വരെ മാത്രമേ ഇതിനകത്ത് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കൂ, സുൽത്താനയുടെ മൊഴി നമ്മുടെ മുന്നിലുണ്ട്. സുൽത്താന ഹൈബ്രിഡ് കഞ്ചാവ് സ്ഥിരമായി എത്തിച്ചുകൊണ്ടിരുന്നയാൾ ഇയാളാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇയാൾ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ഉപഭോക്താവാണ് എന്ന് സുൽത്താനയുടെ മൊഴി പ്രകാരം നമ്മുടെ മുന്നിലുണ്ട്. ആ ഹൈബ്രിഡ് കഞ്ചാവ് 65 മണിക്കൂർ, പരമാവധി 68 മണിക്കൂർ വരെ മാത്രമേ ഉള്ളൂ. 66 മണിക്കൂറാവും നാളെ എന്ന് പറഞ്ഞാൽ അതാണ് കിട്ടിയിരിക്കുന്ന മെഡിക്കൽ ലീഗൽ അഡ്വൈസ്. ഷൈൻ ടോം ചാക്കോയ്ക്ക് കിട്ടിയിരിക്കുന്ന മെഡിക്കൽ ലീഗൽ അഡ്വൈസ്. ആ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈബ്രിഡ് കഞ്ചാവാണെങ്കിൽ 65 മണിക്കൂർ പൂർത്തിയാക്കുക എന്നതാണ്. ഇനി ഉപയോഗിച്ചിരിക്കുന്നത് LSD ആണെങ്കിലോ യൂറിനിൽ 4 മണിക്കൂർ നീണ്ടു നിൽക്കും. എന്നാൽ ബ്ലഡിൽ ഇത് 12 മണിക്കൂർ മാത്രമാണ് നീണ്ടു നിൽക്കുക. മാജിക് മഷ്റൂം ആണെങ്കിലോ ഇത് യൂറിനിൽ 24 മണിക്കൂർ മാത്രമേ നിലനിൽക്കൂ. കൊക്കൈൻ ആണെങ്കിലോ ഇത് യൂറിനിൽ പരമാവധി 68 മുതൽ 70 മണിക്കൂർ വരെ മാത്രമേ നിലനിൽക്കൂ. MDMA ആണെങ്കിലോ 4 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. ഒരുപക്ഷെ ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് ഹെറോയിനോ അതല്ല ഹൈബ്രിഡ് കഞ്ചാവോ ആണെങ്കിൽ അത് ശരീരത്തിൽ പരമാവധി 68-69 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ഇത് 65 മണിക്കൂർ 66 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക, ഹോട്ടലിൽ എത്തിയിട്ടുണ്ടാവുക വൈകുന്നേരം 7 മണിക്കാണെന്ന് നമ്മൾ കരുതിയാൽ, അതായത് ബുധനാഴ്ച 7 മണിക്ക് ഹോട്ടലിൽ ഇയാൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സമയം പരിശോധിക്കുകയാണെങ്കിൽ നാളെ 3 മണിയാകുമ്പോഴേക്കും ഏകദേശം 68 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ടാവും. അതായത് നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ട് ഹൈബ്രിഡ് കഞ്ചാവ് ആണെങ്കിലും ഹെറോയിൻ ആണെങ്കിലും ഉപയോഗിച്ചാൽ അത് യൂറിനിലൂടെയോ രക്തത്തിലൂടെയോ തിരിച്ചറിയപ്പെടാനുള്ള സമയപരിധി കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ് കേരള പോലീസ്. എന്ന് മാത്രമല്ല, വന്നു കയറുന്ന ഉടനെ തന്നെ വന്നു കയറിയ ഉടനെ തന്നെ നമുക്ക് മെഡിക്കൽ പരിശോധനയ്ക്ക് പോകാം എന്ന് പറയാൻ പറ്റില്ല. മൊഴിയൊക്കെ എടുത്ത് കുറേ സമയം എടുക്കില്ലേ? ഈ മൊഴിയെടുക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. എന്താ ആദ്യത്തെ ചോദ്യം? താങ്കൾ എന്തിനാണ് ഡാൻസ് ഓഫ് ടീം വന്നപ്പോൾ ഓടിയത്? പുള്ളി പറയുന്നു, ഇത് വന്നത് ഡാൻസ് ഓഫ് ടീമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന നിയമോപദേശങ്ങളിൽ നിന്നാ. കാരണം ഡാൻസ് ഓഫ് ടീമിനെ കണ്ടിട്ടില്ല. പകരം സർവീസ് വേണോ എന്ന് ചോദിച്ചപ്പോൾ സർവീസ് വേണ്ട എന്ന് പറഞ്ഞ് ഞാനൊരു സിനിമയുടെ റിഹേഴ്സലായിരുന്നു. ആ സിനിമയുടെ റിഹേഴ്സൽ എനിക്കൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ഇടാനുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി, അങ്ങനെ ഒരു രംഗം ചിത്രീകരിച്ചാൽ കൊള്ളാമെന്ന്. സ്വാഭാവികമായി ഞാൻ ചിത്രങ്ങളോട് പ്രതികരിക്കുന്ന ആളാണ്. ഇതേ നടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുന്നിലുണ്ട്. എന്താണെന്നറിയാമോ? ലഹരി ഉപയോഗിക്കുന്ന സീൻ വരുമ്പോൾ കുറച്ച് ലഹരി അടിച്ചില്ലെങ്കിൽ ഒരു ഫീൽ കിട്ടില്ല എന്നാണ് ഈ നടൻ പറഞ്ഞിരിക്കുന്നത്. ഈ നടൻ വേറൊരു സമയത്ത് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കോക്ക്പിറ്റ് കയറി. എന്നിട്ട് എന്താണ്, വിമാനമൊക്കെ നേരെ ചൊവ്വേ ഓടിക്കുന്നു നോക്കാൻ കയറിയതാണെന്നാണ് പിന്നീട് പറഞ്ഞത്. കേസെടുത്തു ഈ നടന്റെ പേരിൽ. കോക്ക്പിറ്റിൽ കയറി അതിക്രമം കാണിച്ച നടനാണ്. ഈ പറയുന്ന ഓൺലൈൻ അഭിമുഖങ്ങളിൽ ഈ പറയുന്ന സാധാരണ മനുഷ്യരൊന്നും സംസാരിക്കാത്ത രീതിയിൽ സംസാരിക്കുകയും അതാണ് പറഞ്ഞ ലഹരി ഉപയോഗത്തെ നോർമലൈസ് ചെയ്യുന്ന, പ്രചരിപ്പിക്കുന്ന മട്ടിലുള്ള പെരുമാറ്റമാണ് ഷൈൻ ടോം ചാക്കോ നടത്തിയിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നാളെ വിചിത്രമായ ഈ വാദങ്ങളൊക്കെ ഷൈൻ ടോം ചാക്കോയ്ക്ക് പറയാം. എനിക്ക് സിനിമ അഭിനയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തു, പരാതിയില്ലല്ലോ. PGS വേദാന്തയ്ക്ക് പരാതിയുണ്ടോ? ആ ഹോട്ടലുകാർ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. അത് സിനിമയിലെ ഒരുപാട് താരങ്ങളെ അവിടെ അവർ ഹോസ്പിറ്റാലിറ്റി
നീട്ടി കൊടുക്കുന്ന ഒരു ടീമാണ് PGS വേദാന്ത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോട്ടലിലെ ഉടമയ്ക്ക് പരാതിയില്ല, പിന്നെന്താ പ്രശ്നം? ഞാനെടുത്ത് ചാടി, അതൊന്ന് നോക്കിയതാണ്, അടുത്ത സിനിമയിൽ എനിക്ക് ഇങ്ങനെ ചാടേണ്ടി വരുന്നു, ഡ്യൂപ്പില്ലാതെ അഭിനയിക്കാൻ ഞാൻ റിഹേഴ്സൽ നടത്തി എന്ന് പറഞ്ഞാൽ പോലീസിന് ആ കാര്യത്തിൽ കേസെടുക്കാൻ പറ്റൂ. പക്ഷേ പ്രശ്നമതല്ല, സുൽത്താനയുടെ മൊഴി അതവിടെ കിടക്കുകയാണ്. ആ മൊഴിയുമായി ബന്ധപ്പെടുത്തി എന്തുകൊണ്ട് പോലീസ് ഷൈൻ ടോം ചാക്കോയെ കസ്റ്റഡിയിലെടുത്ത് ഈ പറയുന്ന പരിശോധന നടത്തിയില്ല? ശ്രീനാഥ് ഭാസി എന്തുകൊണ്ട് എടുത്തിട്ടില്ല? ഇതല്ലല്ലോ പല വട്ടമല്ലേ ഈ ശ്രീനാഥ് ഭാസിയുടെ പേര് നമ്മൾ കേട്ടത്? ക്രൗൺ പ്ലാസയിലെ ഓം പ്രകാശിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതല്ലേ? അപ്പോഴും രക്ഷപ്പെട്ടു പോവുകയാണ് ഈ താരങ്ങൾ. എന്ന് പറഞ്ഞാൽ താരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരുടെയും മുട്ടിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ആരാണ് ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നത്? മലയാള സിനിമയിലെ ചില സിനിമകളുടെ തീമുകൾ നമ്മൾ നോക്കൂ. എന്തിനേറെ ആവേശം എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമ എന്താണ് യഥാർത്ഥത്തിൽ നമ്മളോട് പറയുന്നത്? ആ സിനിമയിൽ അടിമുടിയുടനീളം മദ്യലഹരി ഇങ്ങനെ നിരന്തരം പതഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ്. തുടക്കത്തിൽ നായകൻ പ്രത്യക്ഷപ്പെടുന്നതെല്ലാം, ഏറ്റവും കൂടുതൽ നായകൻ പ്രത്യക്ഷപ്പെടുന്നത് ബോട്ടിലിനോടൊപ്പമാണ്. പലപ്പോഴും നമ്മൾ ഇത്തരം സിനിമകളും അത്തരം സിനിമകളിൽ അഭിനയിക്കുന്നവരും ലഹരിയെ നോർമലൈസ് ചെയ്യുകയും അതിൻ്റെ പ്രചാരകരായി മാറുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ അതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഡ്രഗ് കാർട്ടലുകളുടെ ഒരു വലിയ പരസ്യ ഇടമായി സിനിമ മാറുന്നു. ചില താരങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും രഹസ്യമായി അറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. മലയാളത്തിലെ ചില സിനിമാ താരങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പല പ്രമുഖരായിട്ടുള്ള സിനിമാ താരങ്ങളും സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന താരങ്ങളടക്കം, പലതരത്തിൽ അഭിനയ മികവുള്ള താരങ്ങളടക്കം, പലതരത്തിൽ അവരുടെ എനർജി സിനിമകളിൽ ഉപയോഗിക്കുന്ന താരങ്ങളടക്കം, പലതരം എനർജിയും പലതരം സിനിമകളിൽ ഇടുന്ന താരങ്ങളടക്കം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ അവർ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിലെ ഈ താരങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് അന്വേഷണ സംഘത്തിന് മുട്ടിടിക്കുന്നത് ശരിയല്ല, മെല്ലെ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. അത് റഹീം ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സർക്കാർ ഏതാണെന്ന് ഷൈൻ ടോം ചാക്കോ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. നല്ലതാണ്. പക്ഷേ അത് മനസ്സിലാക്കുന്നത് ഷൈൻ ടോം ചാക്കോ ആയതുകൊണ്ടാണോ ഈ 3 മണിക്കൂർ സമയം വളരെ സുരക്ഷിതമായി കഴിയുന്നതാണ് എൻ്റെ ചോദ്യം. പക്ഷേ ഡിവൈഎഫ്ഐ ആ പൊസിഷൻ എടുത്തിട്ടുണ്ട് എന്നത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് യുവജന സംഘടനകളെല്ലാം ഇത്തരത്തിലുള്ള താരങ്ങളെ ബഹിഷ്കരിക്കുക എന്നതാണ്, ഇത്തരം താരങ്ങൾക്ക് കൈയടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ഈ യുവജന സംഘടനകൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യവുമാണ് എന്നതാണ് എൻ്റെ ടേക്ക്. ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിൽ അച്ഛൻ്റെ അവസ്ഥയാണ്. ഒരു മകൻ, ഞാൻ മനസ്സിലാക്കുന്ന ഇയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അങ്ങനെ അഡിക്റ്റ് ആവുകയാണെങ്കിൽ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു അച്ഛൻ വന്ന് ന്യായീകരിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. അത് ഒരു നല്ല സന്ദേശമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരം കേസുകളിൽ ഇവരെ പിന്തുണയ്ക്കാൻ ഒരു വിഭാഗം എത്തുന്നു എന്നുള്ളത് വളരെ നിരാശപ്പെടുത്തുന്നു. അതെന്തിൻ്റെ പേരിലാണെങ്കിലും ലഹരിയോട് തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം കൂടിയാണ് നമ്മൾ. അതുകൊണ്ട് ഈ വിഷയത്തിൽ പോലീസിന് മെല്ലപ്പോക്കുണ്ട്. അതിന് പിന്നിൽ ആരുടെയെങ്കിലും സ്വാധീനമുണ്ടോ എന്ന കാര്യം അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യർ. പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പലരുടെയും പിന്തുണ ഇയാൾക്ക് കിട്ടുന്നുണ്ട് എന്ന മട്ടിലുള്ള പ്രചരണങ്ങളും വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിന് മെല്ലപ്പോക്കുണ്ട്. ഇനിയും നമ്മുടെ സിനിമയെ ഒരു പരസ്യ ഇടമാക്കി, പരസ്യ പലകയാക്കി മാറ്റാൻ, ലഹരിയുടെ പരസ്യ പലകയാക്കി മാറ്റാനുള്ള അവസരം കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. Meet the editors.